ഹലോ ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു എയർടീൽസ്. അത് തൂണൊക്കെ പറയാൻ നോക്കിയാ പറ്റിച്ചു. അപ്പൊ നമ്മള് ഡേ 2 ആണ് ഊട്ടിയിലുള്ള. ഡേറ്റ് മാത്രല്ല ലാസ്റ്റ് ഡേ. നാളെ ഇനിയിപ്പോ വീഡിയോ ഒന്നും കാണത്തില്ല. അപ്പൊ നമ്മള് ഇന്നലെ കുറച്ച് സ്ഥലമൊക്കെ കവർ ചെയ്തു. ഇന്ന് ബാക്കി സ്ഥലം കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ടീ ഫാക്ടറിയൊക്കെ പോകുന്നു പറയുന്നുണ്ട്, അറിയില്ല. അങ്ങോട്ട് പോകുമ്പോ അറിയാം. ഇന്നലെ ഞങ്ങള് ഹൗസ് ബോട്ടിന് പോയി. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ സമയം ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. മറ്റേ ഇതിന്റെ ചെറിയ വഴിയാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം. അപ്പൊ ഒരുപാട് ബസ്സുകളും ടൂറിസ്റ്റുകളും വരുന്നുണ്ട്, ബ്ലോക്കാണ്. അപ്പൊ നിങ്ങൾ ടൈം മാനേജ്മെന്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഊട്ടിയിലോട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഹോളിഡേ സീസൺ ആയതുകൊണ്ടാണ് മെയിൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. പോയിട്ട് ഏത് സ്ഥലമാണെന്ന് പറയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. അറിയില്ല എങ്ങോട്ടാ പോകണമെന്ന്, സത്യം. അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. നമ്മളുടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറാൻ പോവാ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസ് കാണിച്ചിട്ടാവേ. ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ, ജപ്പാൻ ഗാർഡൻ, ലോവർ ഗാർഡൻ. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇവിടെ നിറയെ കളർഫുൾ ചെടികളുണ്ട്. രണ്ടുപേരും റെഡ് ഇട്ടിട്ട് ഇറങ്ങിക്കുക. അത് ഞങ്ങൾ ദത്തെടുത്ത് കപ്പിൾ ഫോട്ടോഷൂട്ട്. പൂക്കളൊക്കെ കണ്ടു. നമ്മള് ഫ്രണ്ടിൽ എത്തി. ബാക്കി പറ. നമ്മളിപ്പോ ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിൽ ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിലെത്തി. പൂവൊക്കെ കാണാൻ പോവാം. ഫ്ലവർ ഷോ ഗാലറി എന്നവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട, തമിഴിലും ഇംഗ്ലീഷിലും എഴുതി. തമിഴ് നമുക്ക് വായിക്കാത്തത് വെറൈറ്റി പൂക്കൾ വാങ്ങാൻ പറ്റുമോ? നമ്മളെ വീട്ടിലുള്ള ഇത് നമ്മളെ വീട്ടിലുള്ള ജമന്തി. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിരനിരയായിരിക്കുന്നു. ഈ ഫോട്ടോ നോക്കമ്മ. എന്നെ കാണാൻ നോക്കും. ഒന്നേയില്ല. ഇതൊക്കെ കാണിച്ചു കൊടുക്ക്. ആ ചെടികൾ കാണിച്ചു കൊടുക്ക്. എന്നെ കാണിക്കല്ല, എന്റെ ഭംഗിയുടെ എനിക്ക് അറിയാം. പക്ഷെ എന്നാലും ചെടി കൂടെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒന്നും എടുത്തതാണ്. ഇതൊക്കെ നേരത്തെ എടുത്തതാ. അത് അവിടെ ഉള്ളതാ. ഇത് ഇവിടെയുള്ള വേറെ ചെടി. ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന സൂര്യകാന്തി കണ്ടോ? ഈ വീട് നല്ല വെളുത്തിരിക്കും. എന്താന്ന് അറിയില്ല, ഭംഗി കൂടിയത് ഊട്ടി വന്നപ്പോ ഞാൻ വെളുത്തു പോയതാ. സൂര്യകാന്തി കാണിച്ചത്. സൂര്യകാന്തി കാണിച്ചു. സൂര്യകാന്തി കാണിക്കാൻ. അതെന്നടാ സൂര്യകാന്തി അല്ലടാ? സൂര്യകാന്തി അല്ലേ? സൂര്യകാന്തി അല്ലേ? സൺഫ്ലവർ ആണ്. താഴെ വേറെ ആരൊക്കെ ഉണ്ടല്ലോ. പിന്നെയും നമ്മൾ അവിടെ കണ്ട അതേ കപ്പടിക്കുന്നു. പിന്നെയും വന്നിരിക്കുന്നത് സൂര്യകാന്തിയുടെ ഫ്രണ്ടിൽ.
തേനീച്ച വരില്ലേ? ആ ചേനുണ്ട്. പച്ചില ചെടികൾ, പച്ചില മരമെന്ന് കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ ഉണ്ടല്ലേ. അതിൽ നിറയെ പൂക്കളുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കളാണ്. ഈ അതല്ലെന്ന് ഇത് ഇവരെ കൊണ്ട് തോറ്റല്ലോ. അത് നമ്മുടെ വീട്ടിലുണ്ട് ചെടി. ബാൽസമോ? ബാൽസം. ആണ് തിരിച്ചറിയാം. കേട്ടില്ല. ഗ്ലാസ് ഹൗസിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പോകുന്നത് ഗ്ലാസ് ഹൗസിൽ. അതല്ലേ ഞാനും പറഞ്ഞത്, എൻ്റെ എക്കോയാണ്. അതല്ല ഞാനും പറഞ്ഞത്. നിങ്ങൾ ജമ്പനും തുമ്പനെയും പോലെ ഉണ്ട്. ഈ പയ്യൻ്റെ അച്ഛനും അമ്മയാണത്. അവരിവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ കുട്ടിയുടെ അച്ഛനാണ് അവിടെ മരത്തിൽ കൈ വെച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ട്. പാമ്പിൻ്റെ ഒക്കെ പോലെ ഫോട്ടോ എടുക്കും. ഫ്ലവർ പോലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഹൗസിൽ നിന്ന് ഇറങ്ങി. ബേസിക്കലി അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അല്ലാതെ ഫ്ലവേഴ്സ് കാണാനായിട്ടൊന്നും തോന്നില്ല. മൊത്തം ഫോട്ടോഷൂട്ടാണ്. വേറെ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അതില്ലായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടൊക്കെ തന്നെയാണ്. നമ്മളപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇതാണ് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ അവരൊരു ആമ്പൽ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആമ്പലൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതാണ് ആമ്പൽ കുളം. അതിൻ്റെ അകത്ത് വെള്ളം വരുന്ന വഴിയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങോട്ടാ പോണേ? അവിടെ ന്യൂ ഗാർഡൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് അമ്മ എങ്ങാണ്ടാ കയറിപ്പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ കാണാനില്ല. അവിടെ വേറെ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എവിടെ? ഈ പടിയാണോ? അപ്പം ഇങ്ങോട്ടല്ലേ ന്യൂ ഗാർഡൻ? ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ഗാർഡൻ. പക്ഷെ അവിടെ എങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്? ഇവിടെ വന്നപ്പോൾ ഇറ്റാലിയൻ ഗാർഡൻ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അവിടെ പോയി നോക്കിട്ടോ കേട്ടോ. എന്താണ് ഇറ്റാലിയൻ ഗാർഡൻ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇറ്റലിയിലെ ഗാർഡൻ. അതാണ് ഇറ്റാലിയൻ ഗാർഡൻ. പറഞ്ഞോളൂ. ഈ സമയമൊക്കെ ബുദ്ധി കൂടി കൂടി മന്ദബുദ്ധി ആയതാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ചെവി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിനക്ക് വയ്ക്കാൻ പറ്റിയ ചെമ്പരത്തി അതവിടെ ഇല്ല. വീഡിയോ ആയി പോയോണ്ട് മാത്രം. അല്ലാതെ ഇപ്പം ചെമ്പരത്തി നമ്മൾ കണ്ടുപിടിച്ചേനെ. എൻ്റെ അമ്മയെ കാണാനുണ്ടോ എന്ന് പറഞ്ഞാണ് എപ്പോഴും അനൗൺസ് ചെയ്തത്. അവിടെ പോയി അനൗൺസ് ചെയ്യും. എൻ്റെ അമ്മയെ കാണാനുണ്ടോ, എൻ്റെ അമ്മയെ കാണാനുണ്ടോ. എൻ്റെ കൂട്ടത്തിലുള്ള 10 പേരെ കാണാനുണ്ട്. കുറേ ഉണ്ട്. വേറെ ഞാനാണ് ജിമ്മിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ച ആ സ്റ്റെപ്പ് വരുന്നുണ്ട്. അവിടെ വീണാന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീഴുന്നു. ഒരു ഫോട്ടോ എടുക്കും അവിടെ. നീ എൻ്റെ ഫ്രണ്ടിൽ കയറിപ്പോ ഫോട്ടോ എടുക്കുവാണ്.
ഈ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ചെടിയല്ലേ? ഇതോ ഇതിൻ്റെ ഒരു വെള്ള കളറുണ്ട് വീട്ടിൽ. കുറേ പൂക്കളുണ്ട്. ഇത് വലിയ ഊതിക്കളണ ചെടി പോലെ പണ്ട് നമ്മൾ കളിക്കാനൊക്കെ ഊതത്തില്ലേ? ഞാൻ ഊതാറില്ല. നടന്ന് തളർന്നു. നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? ഈ ഗാർഡൻ ഇറ്റാലിയൻ ഗാർഡൻ ഇത് വലിയതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇറ്റാലിയൻ അത് കിട്ടുമെന്ന് പറഞ്ഞു. നടന്നു പോകുന്ന അമ്മ പോണ്ടേ? ഉണ്ടല്ലോ മോളിൽ അടിയൊക്കെ കയറി ഒറ്റയ്ക്കൊക്കെ പോവാ ചെടി കാണാൻ. ഇത് ആമ്പലല്ലേ? ഇത് ഇടയിലൂടെ ആമ്പൽക്കുന്നുണ്ട്. പക്ഷെ ആമ്പലൊന്നും ഇല്ലെന്നുള്ള കുളത്തിൽ. ആനയെ തൊട്ട് 500 രൂപയാണ് ഫൈൻ. ആന മാത്രമല്ല, നമ്മൾ പീരങ്കി തൊട്ടാലും 500 രൂപ ഫൈനാണ്. 500 രൂപ ഫൈൻ തൊട്ടിട്ട് പോയാലും. അതിനോട് പത്രമൊക്കെ ഉണ്ടെങ്കിൽ മുതലാളി ചോർത്ത് കേട്ടോ. ഞാൻ അയാളിങ്ങനെ പോയപ്പോൾ തട്ടിയതാന്ന് പറഞ്ഞാൽ അല്ലല്ല, വീഡിയോയിലുണ്ട് നീ പറയുന്നത്. ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കും. അറിയാതെ അല്ല കണ്ടത്തരം കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇതിപ്പോൾ എല്ലാവരും 4 വഴിയായല്ലോ. നമ്മൾ ഈ ഇറ്റാലിയൻ ഗാർഡനിൽ, വേറെ കുറേ ന്യൂ ഗാർഡനിൽ. അവിടെ വടംവലി നടക്കുന്നു. ഹൈ എന്നൊക്കെ സൗണ്ട്. അമ്മയെ കണ്ടു കിട്ടിയേ എവിടെയായിരുന്നു? അമ്മ നോക്കിയിട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞ് കേട്ടോ ഒറ്റയ്ക്ക് കണ്ട അമ്മയെ കണ്ടു. എല്ലാ വീഡിയോ വന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. മാപ്പിൽ ഇങ്ങനെ ഓരോരോ ചെടികൾ വെച്ചിട്ട് കേരള അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡന്റെ കുറച്ച് പൊസിഷൻ കവർ ചെയ്തിട്ടുണ്ട്. സമയമില്ല, കാരണം ഞങ്ങളത് ഫുള്ള് കറങ്ങാൻ കവർ ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. എന്നാലും ഒരു ഇതെല്ലാം കവറായതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്രയൊക്കെ ഇടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അത് കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല. അതേപോലെ ഉണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് തിരിച്ചു വരാം.